കോച്ചിങ്ങിനൊന്നും പോവാതെ IELTSന് സ്കോർ കിട്ടുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ലിസണിങ്ങിന് ബാൻഡ് 9 ഉണ്ടായിരുന്നു ആൻഡ് ഓവറോൾ ബാൻഡ് 8 ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് ഞാൻ വീട്ടിലിരുന്ന് തന്നെ IELTSന് പ്രാക്ടീസ് ചെയ്തതെന്നുള്ളതിനെ പറ്റി. അതിൽ ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് റീഡിങ്ങും ലിസണിങ്ങും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തതെന്നുള്ളതാണ്. ലിസണിങ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞത് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാനായിട്ടാണ്. ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് IELTS മോക്ക് ടെസ്റ്റ് എന്ന് അടിച്ചു കൊടുത്തപ്പോൾ കുറേ വന്നു. അങ്ങനെ 1-2 എണ്ണമൊക്കെ ചെയ്തു നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും ഒരു സ്ട്രഗിളായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആക്സെൻറ്റ് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആക്സെൻറ്റിനെ വെച്ച് നോക്കുമ്പം ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ആക്സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ചില വേർഡ്സിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷനൊക്കെ അവരെന്താ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. പക്ഷെ മിക്ക വെബ്സൈറ്റിലും നോക്കുമ്പോൾ 1-2 മോക്ക് ടെസ്റ്റുകളൊക്കെ കാണും. 1-2 ഒക്കെ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഒത്തിരി ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് അവരുടെ ആക്സെൻറ്റ് മനസ്സിലാവുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടിയൊരു സൈറ്റാണ് IELTSonlinetest.com എന്ന് പറഞ്ഞ സൈറ്റ്. അതിൽ പല വർഷങ്ങളിലായിട്ട് നടത്തിയേക്കുന്ന IELTS ടെസ്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അതിൽ ചെയ്യാൻ പറ്റും. ഞാൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏതാണ് ആ സൈറ്റ് എന്ന്. ഗൂഗിളിൽ നിങ്ങൾ IELTSonlinetest.com എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റിൻ്റെ ഇത് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇത് ഓപ്പണായി വന്നിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ കുറച്ച് ഫ്രീ സെഷൻസൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അങ്ങനെ പല സെക്ഷൻസിനെ പറ്റി അവർ ഡിസ്കഷൻസ് നടത്തുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഇനി IELTS മോക്ക് ടെസ്റ്റ് 2023 ഡിസംബർ എന്ന് പറഞ്ഞത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ ടെസ്റ്റിൻ്റെ പേജിലേക്ക് പോകും. ഇവിടെ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് അങ്ങനെ 4 സെക്ഷനിലുള്ള മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, 3 എന്ന് താഴേക്ക് കുറേ ഉണ്ടാവും. ഇതിൽ ഒരെണ്ണപ്പം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടൈം ലിമിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ ഇത്ര ടൈമിലുള്ള തീർക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു ടെസ്റ്റ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തേക്കാണ്. ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ആ ക്വസ്റ്റ്യൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യണം. അതിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ കൊടുക്കുകയാണ്. അപ്പോൾ ലോഗിൻ വിത്ത് ഗൂഗിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ പാസ്വേഡ് അല്ലാതെ അടിച്ചു കൊടുക്കാം. ഞാൻ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുകയാണ്. ടെസ്റ്റ് നമുക്കിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. You will hear a number of different recordings and you will have to answer questions on what you hear. There will be time for you to read the instructions and questions, and you will have a chance to check your work. നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും ലിസണിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവാം. ആ പ്രോബ്ലത്തിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ വെബ്സൈറ്റ്. നിങ്ങൾ എന്തോരം മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നോ നിങ്ങൾ ആ ഒരു ആക്സെൻ്റായിട്ട് നന്നായിട്ട് കംഫർട്ടബിൾ ആയി വരും. പിന്നെ വേറൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ IELTSൻ്റെ ടെസ്റ്റിന് അവർ ആ പറയുന്ന സെയിം വോയിസ് തന്നെയാണ് ഈ മോക്ക് ടെസ്റ്റുകളിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ടും കേട്ട് നല്ല പരിചയമാവും. ഇത് IELTSന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, IELTS ജനറൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ IELTS അക്കാഡമിക് ആയിക്കോട്ടെ, രണ്ടിനും ലിസണിങ് സെയിം ആണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിനോ ഒന്നും ഒരു ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള IELTS എഴുതുന്നവരാണെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് നല്ല യൂസ്ഫുൾ ആണ്. ലിസണിങ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് വേർഡ്സ് സ്പെല്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ പോകും. പിന്നെ റെക്കോർഡിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ വേർഡ്സ് തന്നെ എടുത്തെഴുതാൻ ശ്രദ്ധിക്കുക. സിമിലർ മീനിങ് ഉള്ള വേറെ വേർഡ്സ് എഴുതിയാൽ നിങ്ങളുടെ ആൻസർ തെറ്റായി പോകും. പിന്നെ ലിസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വേർഡ് ലിമിറ്റ്. അതിൽ വേർഡ് ലിമിറ്റ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വേർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ ആൻസർ വരുന്നത് ആപ്പിൾ എന്നായിരിക്കും. നിങ്ങൾ ആൻ ആപ്പിൾ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ആൻസർ അവിടെ തെറ്റിപ്പോവും. പിന്നെ വേർഡ് ലിമിറ്റ് 3 വേർഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 3 വേർഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 വേർഡ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 വേർഡ് യൂസ് ചെയ്യാം. 3 വേർഡ്സിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആൻസർ തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക.
പിന്നെ ലിസണിങ്ങിൽ പാരഫ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് സെയിം അർത്ഥമുള്ള വേർഡ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ റെക്കോർഡിങ്ങിൽ കേൾക്കുക, ക്വസ്റ്റ്യൻ്റെ അതേ സെയിം അർത്ഥമുള്ള വേർഡ്സ്. അതുകൊണ്ട് തന്നെ റെക്കോർഡിങ് കേൾക്കുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കി കേൾക്കുക, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആ റെക്കോർഡിങ്ങിൻ്റെ അതേ സെയിം ഓർഡറിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കരുത്, അത് സ്കിപ്പ് ചെയ്യുക. അടുത്ത സെൻറ്റൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണോ, അങ്ങനെ നോക്കി പോവുക. ഒരിക്കലും ഒരു ക്വസ്റ്റ്യന് വേണ്ടി നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകും, റെക്കോർഡിങ് കഴിഞ്ഞു പോകും, നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല. ലിസണിങ്ങിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഒന്ന് ഗെസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ആൻസർ ചെയ്യാതെ പോകരുത്, ചിലപ്പോൾ നിങ്ങളുടെ ഗെസ്സിങ് കറക്റ്റ് ആയിരിക്കും. ആ ഒരു സെൻറ്റൻസ് വായിച്ചു നോക്കിയിട്ട്, ഇപ്പോൾ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണോ ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ മുൻപത്തെ വേർഡ്സും അത് കഴിഞ്ഞിട്ടുള്ള വേർഡ്സും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ നൗൺ ആണോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആണോ അഡ്വേർബ് ആണോ എന്താ അവിടെ വരിക എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അത് വെച്ചിട്ട് ഒരു ആൻസർ ഗസ് ചെയ്ത് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക, ഒരിക്കലും എഴുതാതിരിക്കരുത്. ലിസണിങ്ങിൽ വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് മാപ്സ്. എന്തെങ്കിലും ഒരു സ്ഥലത്തേക്കുള്ള വഴിയോ എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ കറക്റ്റ് ഡയറക്ഷൻ പറയുന്നുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത്, എന്തായാലും അവർ നമുക്കൊരു ഷീറ്റ് തരുമായിരുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെങ്കിലും അവർ നമുക്കൊരു ഷീറ്റ് തരും നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ ആ ഷീറ്റിലാണ് ജസ്റ്റ് അതൊന്ന് വരച്ച് നോക്കി എങ്ങനെയാണ്. ഇപ്പോൾ അവർ റൈറ്റിലോട്ട് പോയിട്ട് ഇന്ന സ്ഥലം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് ജസ്റ്റ് മാർക്ക് ചെയ്ത് വരച്ച് നോക്കി ഏത് ഡയറക്ഷനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങൾ അങ്ങനെ ഒന്ന് വരച്ച് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒപ്പം നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ പറ്റും. ഇനി റീഡിങ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അതിൽ റീഡിങ്ങിൻ്റെ മോക്ക് ടെസ്റ്റുകളും ഉണ്ട്. റീഡിങ്ങിൽ എനിക്ക് ഏറ്റവും ട്രിക്കി ആയിട്ട് തോന്നിയിട്ടുള്ളത് ട്രൂ ആൻഡ് ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. പലർക്കും പല രീതിയായിരിക്കും കേട്ടോ. എനിക്ക് ട്രൂ ആൻഡ് ഫോൾസ് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അതിൽ കറക്റ്റ് ആ ഒരു സെൻറ്റൻസ് കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ട്രൂ എന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾസ് എന്ന് എഴുതുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് ആണെന്ന് അവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ഗിവൺ എന്നും എഴുതണം. അതാ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ ഒത്തിരി പ്രാക്ടീസ് ചെയ്താലാണ് അത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഞാൻ യൂസ് ചെയ്ത വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.